ഈ ചൂടത്ത് പുറത്തുനിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരൊറ്റ ഗ്ലാസ് മതി ദാഹവും വിശപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഒരു വയറ് നിറഞ്ഞൊരു ഫീൽ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വയറിനൊരു തണുപ്പൊക്കെ ആയിരിക്കും ഇത് കുടിച്ചാൽ. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കുക. പൂവനോ റോബസ്റ്റോ ആണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. വേറെ പഴങ്ങളൊന്നും എടുത്താൽ, മൈസൂർ പഴമൊന്നും എടുത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു 2-ൽ ഏതെങ്കിലും ഒരു പഴം വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പഴം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൂവമ്പഴം അത്യാവശ്യം നല്ല മധുരമായിട്ട് ആയതുകൊണ്ട് ഒരുപാട് പഞ്ചസാര ഒന്നും വേണ്ടി വരില്ല. പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് അടിച്ചെടുക്കാം. ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് ലൂസായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ആപ്പിളോ പഴമോ ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ കയ്യിൽ ഏതൊക്കെയാണോ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളെ കയ്യിലുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കടിക്കാനൊക്കെ നട്ട്സൊക്കെ കിട്ടണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മുകളിൽ കുറച്ച് ബൂസ്റ്റ് പൗഡറും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.